വയനാട് തിരുനെല്ലിയിൽ ആദിവാസി യുവതിയെ പീഡിപ്പിച്ച കേസ് പോലീസ് പട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ക്രൂരപീഡനത്തിനിരയായ യുവതിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. അതിനിടെ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന പരാതിയുമായി ആദിവാസി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി അജീഷ് പിടിയിലായെങ്കിലും പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആക്ഷേപമാണ് അവർ ഉയർത്തുന്നത്. ഈ മാസം 5-ന് പുലർച്ചെ തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 30-കാരിയായ ആദിവാസി യുവതി പീഡിപ്പിക്കപ്പെട്ടത്. സംഭവത്തിൽ അജീഷ് എന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ക്രൂരമായ ബലാത്സംഗത്തെ തുടർന്ന് സ്വകാര്യ ഭാഗങ്ങളിൽ അടക്കം യുവതിക്ക് പരിക്കേറ്റു. ലൈംഗിക അതിക്രമത്തെ തുടർന്ന് ഏറെ നേരം യുവതി അബോധാവസ്ഥയിലായിരുന്നു. ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട യുവതി ജ്യേഷ്ഠത്തിയുടെ വീട്ടിലാണ് കഴിയുന്നത്. പ്രതിയോടൊപ്പം യുവതിയെ ശാരീരികമായി ആക്രമിക്കാൻ കൂടുതൽ പേർ ഉണ്ടായിരുന്നുവെന്ന സംശയം ബന്ധുക്കളും ആദിവാസി സംഘടനകളും ഉയർത്തുന്നുണ്ട്. ഗുരുതര ആരോഗ്യ പ്രശ്നം നേരിടുന്ന യുവതി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. മോളിപ്പോൾ തലയ്ക്ക് ലെവലിലാണ്ട് ഇപ്പോൾ പോയ ചെന്നവർക്ക് അടിക്കാൻ വരുന്നു, കത്തിയെടുത്തിട്ടുള്ളത്. ഇതാണ് അവസ്ഥ. എൻ്റെ സഹോദരി ആയകൊണ്ട് ഏറ്റവും അടുത്ത് ഇത്ര വർഷങ്ങൾ അറിയുന്ന കൊണ്ട് ഞാൻ പറയുന്നു. ആശുപത്രിയിൽ അവൾ തന്നെ പറയുന്നു അവൾക്ക് ഓർമ്മയില്ല, ആശുപത്രിയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു, എനിക്ക് ബോധമില്ലായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. പലതാണ്. അവൾ അത്ര മെൻ്റലി നോർമലല്ല അവൾ. പിന്നെ അതേപോലെ ഒരു അന്വേഷണത്തിൽ ഇവൻ്റെ വീട്ടിൻ്റെ ചുറ്റുപാട് അന്വേഷിച്ചപ്പോൾ പറയാം പല പെൺകുട്ടികൾ അതിക്രൂരമായിട്ട് ഇയാൾ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആദിവാസി അതിക്രമ നിരോധന നിയമം അടക്കം ചുമത്തി യുവാവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹത അവസാനിക്കുന്നില്ല. മറ്റു ചില യുവതികളെയും പ്രതി ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയതായി പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് 18 വയനാട്.